3 മണിക്കൂർ കുരിശിൽ തൂങ്ങി മരിച്ചപ്പോൾ ആ കുരിശിന്റെ പുകഴ്ച അവിടെ സംഭവിച്ചു കഴിഞ്ഞിരുന്നു. പക്ഷെ എന്തുകൊണ്ട് സെപ്റ്റംബർ 14 എന്നൊരു ചോദ്യം നമുക്ക് നമ്മുടെ സഭയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഇതാണ്. നമ്മുടെ സഭ ആദ്യ നൂറ്റാണ്ടുകളിൽ വളരെ മർദ്ദനമേറ്റും വളരെയേറെ പീഡകൾ സഹിച്ചും വളർന്ന സഭയാണ്. 3-4 നൂറ്റാണ്ട് വരെ റോമൻ സാമ്രാജ്യത്തിന്റെ കീഴിൽ അടിക്ഷണത്തിലും അടിമത്തത്തിലും ക്രിസ്തു സഭ വളർന്നു. സെന്റ് ഹെലന രാജ്ഞിയുടെ വിശ്വാസതയിൽ കുരിശിന്റെ ഭാഗങ്ങൾ, യഥാർത്ഥ ഭാഗങ്ങൾ കണ്ടെത്തുവാനുള്ള ചരിത്രയാത്രയിൽ വിശുദ്ധ നഗരത്തിൽ ജെറൂസലത്തിൽ നിന്ന് 313 കുരിശിന്റെ ഭാഗങ്ങൾ കണ്ടെടുത്തു. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി അവിടെ കോൺസ്റ്റാന്റിനോപ്പിളിൽ ഏകദേശം 10 വർഷത്തിന് ശേഷം അവിടെ ഒരു വലിയ പള്ളി പണിതു. സെപ്റ്റംബർ 13 ആ പള്ളി വെഞ്ചരിക്കുകയും സെപ്റ്റംബർ 14 വിശുദ്ധ കുരിശിന്റെ ഭാഗം അവിടെ പൊതുവണക്കത്തിന് സമർപ്പിക്കുകയും ചെയ്തു. അങ്ങനെ വിശുദ്ധ കുരിശ് നാം എല്ലാവരുടെയും എല്ലാ വിശ്വാസികളുടെയും രക്ഷാകരമായ മാർഗത്തിന്റെ കാരണമാണ് എന്നുള്ള ആ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് കുരിശിന്റെ പുകഴ്ച പെരുന്നാൾ ആഘോഷിച്ചു വരുന്നു ആദ്യ നൂറ്റാണ്ടുകളിൽ നിന്ന് തന്നെ. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ക്രിസ്തുവിന്റെ പീഡാസഹനം നമ്മുടെ മനസ്സിൽ ഓർത്തെടുക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ക്ലേശങ്ങളും ദുരിതങ്ങളും എത്രമാത്രം ലഘൂകരിക്കാൻ സാധിക്കും എന്ന് കർത്താവിന്റെ കുരിശിലേക്ക് നോക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ പറയുവാൻ സാധിക്കും. നമ്മളുടെ പ്രാർത്ഥനാ ജീവിതം, വിശ്വാസ ജീവിതവും കുരിശിന്റെ കൂടെ കുരിശ് നമ്മളിൽ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ നമുക്ക് ജീവിതത്തിൽ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളും വളരെ ലളിതമായി തരണം ചെയ്യുവാനും കർത്താവിന്റെ അനുഗ്രഹം വഴി ജീവിതത്തിൽ സമാധാനവും സന്തോഷവും എപ്പോഴും അനുഭവിക്കുവാനും സാധിക്കും. അതിനായി ഈ തിരുനാൾ ദിവസം നാം ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഓരോ സഹോദരി സഹോദരന്മാർക്കും കർത്താവിന്റെ കുരിശിന്റെ അടയാളത്താൽ മുദ്രിതാക്കപ്പെടുകയും നിങ്ങളെല്ലാവർക്കും എല്ലാവിധ കർത്താവിന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ എന്നും ഇവിടെ ഈ പ്രാർത്ഥന യോഗം നടത്തുന്ന ബ്രദർ ക്ലെമന്റിനും ബാക്കി എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ അഭിവാദ്യം അർപ്പിക്കുകയും ദൈവത്തിന്റെ അനുഗ്രഹം കൂടുതലായി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.